അയ്യോ വണക്കം കമ്മിയുടെ സുഡാപ്പി നിൻ്റെ അടുത്താണ് പെടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പെടൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ തെറി പറയുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന വാചകമാണ് ജനാധിപത്യം, മതേതരത്വം, മാനവികത, സാഹോദര്യം എന്നൊക്കെയുള്ള കാര്യം. ബാക്ക് സ്ക്രീൻ, അതായത് ബാക്ക് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ യവന്മാരൊക്കെ താനി ഉടായ്പകളായിരിക്കും. ഇങ്ങനെ ഉടായ്പ നടത്തി ഈ അധികാര കേന്ദ്രങ്ങളിൽ അട്ടയായിട്ട് ഒട്ടിപ്പിടിച്ച് ആ അധികാര കേന്ദ്രങ്ങളുടെ ആ ആനന്ദം, ആ രക്തം ഇങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നല്ല നട്ടലുള്ള ഒരാൾ വരുന്നത്. അങ്ങനെ വരുമ്പം ഇനി നടത്തിയ ഉടായ്പകൾ നടത്താൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് FCRA ഭേദഗതി നിയമം വന്നപ്പോൾ യവന്മാർ ആദിഭീകരമായിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്നത് ഒരു ടീം ഇവിടെ കിടന്നുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഓമല്ലൂരിൽ അവിടെയുള്ള വൃദ്ധസദനത്തിൽ, അതായത് അവിടെ നടത്തുന്ന ചാരിറ്റി വൃദ്ധസദനത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നു, വൃദ്ധന്മാരെ പീഡിപ്പിക്കുന്നു, വാർദ്ധക്യ സഹജ രോഗമുള്ള ആൾക്കാർക്ക് ഭക്ഷണം പോലും കൊടുക്കാതിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വന്നപ്പോൾ അവന്മാരുടെ തുള്ളൽ നമ്മൾ കണ്ടതാണല്ലോ. അവന്മാർക്ക് പറയാനൊന്നുമില്ല. അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനയാണിത്. ഈ ഭരണഘടന പാലിക്കപ്പെടണം, പുലർത്തപ്പെടണം. ഈ ഭരണഘടനയിലോട്ട് ഇറങ്ങട്ടെ. വെട്ടുവാദമാണെന്ന് തോന്നുന്നു. അമ്മച്ചിയാണ് ഞാൻ പറയാതിരിക്കാൻ നിവർത്തിയില്ല. യവന്മാരെയൊക്കെ പിടിക്കപ്പെടുമ്പോൾ യവന്മാരുടെയൊക്കെ ഒരു വെപ്രാളം കാണണം. സത്യം പറഞ്ഞാൽ അമ്മേനെ കരഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ട ഒരുത്തനാണ് ഈ പ്രകാശ് ആര്യ എന്ന് പറയുന്നത്. ധർമ്മസ്ഥലയിലെ ഇവൻ്റെ ഇടപെടലുകൾ കയ്യോടെ തൂക്കിയപ്പോൾ ഇവൻ ഓടിച്ചത് CJP ചേർന്ന് ഇപ്പം അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. CJP എന്ന് പറയുന്ന ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാറ്റാക്കൂട്ടം അവന്മാരാണെങ്കിൽ അവിടെ 4, 3, 7 ആളെ വെച്ചുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകർ വരൂ എന്ന് പറഞ്ഞു. കർഷകർ തള്ളയ്ക്ക് വിളിച്ചു. നീറ്റ് എക്സാം കഴിഞ്ഞ് എല്ലാ പിള്ളേരും നമ്മുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞു. ഒരു പിള്ളേർ പോലും വന്നില്ല. ഇപ്പം പിന്നെ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ ബൈറ്റ് വയ്ക്കാനായിട്ട് മാധ്യമങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത്, അതായത് ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയുടെ വികസനത്തിനെക്കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. എന്താണ് കുളിക്കാത്തത് എന്ന് ബൈറ്റ് വയ്ക്കാൻ പോകുന്ന ആൾ ചോദിക്കുമ്പം ഇതെൻ്റെ അവകാശമാണ്, ഞാൻ കുളിക്കില്ല, ഹര ഹര മഹാരാജ് എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടീ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് വേറെ ഉത്തരവ് ഒന്നുമില്ല. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനെയൊക്കെ കുറിച്ച് ഇവന്മാർ ചോദിക്കുമ്പോൾ ഇവന്മാർ പറയുന്ന കാര്യം ഞാൻ താടി വളർത്തും, അതിന് മീശ വളർത്തും, അതിന് മുട്ടോളം മുട്ടറ്റ മുടിയും വളർത്തും എന്നാണ് അവന്മാർ പറയുന്നത്. എൻ്റെ ലൈംഗികത, എൻ്റെ അവകാശം. അതെ, സമരത്തിൻ്റെ ആംഗിൾ ഒന്ന് മാറിപ്പോയി. അതുകൊണ്ട് ആ ആംഗിൾ തിരിച്ചു പിടിച്ചിട്ട് സമരത്തിന് വാ എന്നാണ് അവിടെ പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 39 ഡിഗ്രി ചൂടിൽ അവിടെ ആസനം പൊള്ളുമാർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പോലീസിന് ഒരു ആശ്വാസമുണ്ട്. ആ ആസനം പൊള്ളുമാർ അവിടെ സമരക്കാരെയൊക്കെ ഇരുത്തിയിട്ട് അഭിജിത്ത് ദീപ്ക്ക് AC റൂമിൽ കിടന്നുറങ്ങുകയാണ്. അവൻ്റെ തളക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ CJP മൊത്തം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന പ്രകാശ് രാജ്, ഈ പ്രകാശ് രാജ് എന്ന് പറയുന്ന അലവലാതി ഇവനാണ് ഈ വോട്ട് ജോലിയൊക്കെ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഒരാൾക്ക് എവിടെയൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും ആ ആൾക്കാർ, അതായത് ഒരാൾ ഒരു സ്ഥലത്തല്ല വോട്ട് ചെയ്യുന്നത്, ഒരു ബൂത്തിൽ തന്നെ ഒരാൾക്ക് 10 വോട്ട്. ഈ 10 വോട്ടുള്ള ഒരാൾക്ക് 10 ബൂത്തിൽ അതുപോലെ 10 വോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്നുകൊണ്ട്. ക്രിമിനൽ ഉണ്ടാടാ എന്ന് നാട്ടുകാർ സംശയിച്ചു. അതുപോലെയാണ് ഇവൻ അവിടെ കിടന്ന് ഞെരിവിരി കൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയിലുള്ള ഇവൻ്റെ ഇടപെടലുകളൊക്കെ പുറത്ത് വന്നതിന് ശേഷം ആശാൻ ഉരുണ്ട് കളിക്കുകയാണ്. കർണാടക മാധ്യമങ്ങൾ യവനെ എടുത്ത് ഉടുത്തോണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ വോട്ട് ജോലിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച ഇവന് നേരെ ഇപ്പോൾ കോടതി അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് കലാഭവനെ ചേർത്ത് മിമിക്സ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോടതി ഒരു അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മിക്കവാറും അണ്ണൻ ഈ രാജ്യം വിടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അണ്ണനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല, അണ്ണന് 4 വോട്ടുണ്ട്. ഇതിനാണ് അണ്ണനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അണ്ണന് 4 വോട്ടുള്ളത് കൊണ്ട് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ആ 4 വോട്ടുണ്ടെങ്കിൽ ആ 4 ഉള്ള വോട്ടിൽ ഇവൻ തിരിമറി കാണിച്ചാൽ മാത്രമേ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അഴുക്ക പുല്ല് ഈ 4 വോട്ട് ചെയ്തിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ആ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് 4 വോട്ടർ ID ഇവനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 വോട്ടർ ID ഒന്ന് ആലോചിച്ച് 4 വോട്ടർ ID ആണ്. ഒരാൾക്ക് 1 വോട്ടർ ID എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. ഈ 1 വോട്ടർ ID വെച്ചിട്ട് 2 ബൂത്തിൽ ആൾക്കാർക്ക് വോട്ടിങ്ങിൻ്റെ, അതായത് പേര് വരാം, അങ്ങനെ വരാം. അതായത് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, എനിക്ക് തൃശ്ശൂർ
എനിക്ക് ജോലിയാണ്. ഈ തിരുവനന്തപുരത്തും വോട്ടുണ്ട്, തൃശ്ശൂരും വോട്ടുണ്ട്, രണ്ടിടത്തും വോട്ടുണ്ട്. ഈ രണ്ടിടത്തെ വോട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? രണ്ടിടത്തെ വോട്ട് ഡിറ്റക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യണം? ഒരിടത്തെ വോട്ട് കട്ട് ചെയ്യണം. ഇനി ഞാൻ പറയുകയാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ രണ്ടിടത്ത് എനിക്ക് വോട്ടുണ്ട്, എനിക്ക് തിരുവനന്തപുരത്താണ് വീടെങ്കിലും തൃശ്ശൂരാണ് ജോലി. ഇലക്ഷൻ വരുമ്പോൾ ഞാൻ തിരുവനന്തപുരത്താണോ തൃശ്ശൂരാണോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ല. തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ വോട്ട് ചെയ്യാം, തൃശ്ശൂരാണെങ്കിൽ ഇവിടെ വോട്ട് ചെയ്യാം, ഈ ജമ്മു കാശ്മീരിലാണെങ്കിൽ അവിടെ വോട്ട് ചെയ്യാം എന്നായിരിക്കും ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്തും ജമ്മു കാശ്മീരിലും വോട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, അതായത് അതിൽ പേരുണ്ടെങ്കിൽ, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ തൃശ്ശൂരും വോട്ട് ചെയ്യുന്നു, ജമ്മു കാശ്മീരിലും വോട്ട് ചെയ്യുന്നു, തിരുവനന്തപുരത്തും വോട്ട് ചെയ്യുന്നു, ഇങ്ങനെ മൂന്നിടത്തും ഒരുപോലെ വോട്ട് ചെയ്താൽ അതിനെയാണ് നമ്മൾ കള്ള വോട്ട് അഥവാ തിരിമറി എന്ന് പറയുന്നത്. ഇത് വോട്ടർ പട്ടികയിൽ പേരുള്ളത് പോലുമല്ല, 4 വോട്ടർ ഐ ഡിയാണ് യവനുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 4 വോട്ടർ ഐ ഡി. ഈ 4 വോട്ടർ ഐ ഡി യവൻ വച്ചുകൊണ്ടാണ് യവൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വായ്ത്താളം അടിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 സംസ്ഥാനങ്ങളിലായി, അതായത് ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ കാണ്ടമായിട്ട് കിടക്കുകയാണ്. 4 വോട്ടർ ഐ ഡികളുണ്ടെന്ന കേസിൽ നടൻ പ്രകാശ് രാജിനെതിരെ ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം. ഇവന് ജാമ്യമോ ഗീമിയോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായിരുന്നാലും അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞ് ബംഗളൂരു മജിസ്ട്രേറ്റ് കോർട്ടാണ് ഇപ്പോൾ ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അറസ്റ്റ് വാറണ്ട് 3 സമൻസ് അയച്ചു. ഈ 3 സമൻസ് അയച്ചിട്ടും ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന വായിൽ നിന്നും ഒരു മറുപടി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ഈ സമൻസ് ഒന്നും ഇവൻ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സമൻസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ കോടതിയോട് ഹാജരാവാനാണ് ഈ സമൻസ് അയക്കുന്നത്. അങ്ങനെ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ കോടതി ആ സ്റ്റേഷൻ പരിധിയിലുള്ള ആ പ്രതിയുള്ള അല്ലെങ്കിൽ ആ കോടതി വിളിപ്പിക്കുന്ന ആളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് ഓഫീസർമാരെ വിളിപ്പിക്കും. പോലീസ് ഓഫീസർമാരെ വിളിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് എടുത്തിട്ട് കുടയും. നിനക്കൊക്കെ പിന്നെ എന്ത് കേടാ പണി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുത്തിട്ട് കുടയും. അതുകൊണ്ട് തലവേദന കേസാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സമൻസ് എന്ന് പറയുന്നത്. ഒരു സമൻസ് അയക്കുമ്പോൾ തന്നെ അത് കൈപ്പറ്റി കഴിഞ്ഞാൽ പോലീസിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് 3 സമൻസ് അയച്ചു. ഈ 3 സമൻസ് അയക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാർ അവനെ ഇടിച്ചുരുട്ടാനുള്ള ആ ഒരു ത്വരയിൽ നിൽക്കുകയായിരിക്കും. സാധാരണഗതിയിലൊക്കെ അങ്ങനെയാണ്. കാരണം 3 സമൻസ് അയച്ചിട്ടും കൈപ്പറ്റിയില്ലെങ്കിൽ 4ാമത്തെ സമൻസ് കൊണ്ട് പോലീസ് പോകുമ്പോൾ നാടേ അടി അടിച്ചിട്ടാണ് പിന്നെ സമൻസ് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അതുപോലെ അത് പോലീസുകാർക്ക് വലിയ ക്ഷീണമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ 3 സമൻസ് അയച്ചിട്ട് ഇവൻ ആ 3 സമൻസും കൈപ്പറ്റിയിട്ടില്ല. ബംഗളൂരുവിലെ ശാന്തിനഗർ, തെലങ്കാനയിലെ സിറിലിംഗപ്പള്ളി, തമിഴ്നാട്ടിലെ വേളാച്ചേരി എന്നിവിടങ്ങളായി പ്രകാശ് രാജിന് 4 വോട്ടർ ഐ ഡികളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ശേഷാദ്രിപുരം സ്വദേശി കെ ദിലീപ് കുമാറാണ് ഇതിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വേളാച്ചേരിയിൽ 2 വോട്ടുണ്ടെന്നും പരാതി പറയുന്നത്. അത് വേളാച്ചേരിയിൽ വോട്ടർ ഐ ഡി മാത്രമല്ലുള്ളത്, ഈ വേട്ടാവളയിൽ 2 വോട്ടും അവിടെ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ധർമ്മസ്ഥല വിവാദത്തിൽ പ്രകാശ് രാജ് 18-നും ബാംഗ്ലൂരുവിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. അന്ന് സമൻസ് നൽകാത്തതിൽ പോലീസിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട്. അതായത് 4 പാട് നിന്നും പ്രകാശ് രാജിനെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോലീസും കോടതിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ധർമ്മസ്ഥലയിൽ ആശാടപടലം പെട്ടു. ധർമ്മസ്ഥലയിൽ അടപടലം പെട്ട ശേഷം CJPയിൽ ഓടിക്കേറി അവിടെ അഭയം പ്രാപിക്കാമെന്ന് വെച്ചപ്പോൾ കാണാം അതിനകത്ത് മറ്റേ ടീമുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ അഭയം പ്രാപിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ പ്രകാശ് രാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജയ് ശ്രീരാം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനെതിരെയും പ്രകാശ് രാജ് രാജ്യത്തിനെതിരെയും നിരന്തരമായി പറയുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നതാണ് എന്ന് ചിലപ്പോൾ സുഡാപ്പികൾ പറയും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ആർക്കെതിരെയാണ് പറയുന്നത്. നമ്മളും തിന്നുന്നത് അരി ആഹാരം തന്നെയാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഈ അരി ആഹാരം തന്നെയാണ് അവനും കഴിക്കുന്നത്, നിങ്ങളും കഴിക്കുന്നത്. അതുകൊണ്ട് ഇവൻ ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്തിൻ്റെ മറവിൽ എന്തിനെക്കുറിച്ചാണ്, എന്തിനെയാണ് അവൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവന് ഇപ്പോൾ ഒരു സംസ്ഥാനങ്ങളിൽ സിനിമ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആകപ്പാടെ ഇവൻ പിടിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിലെ ഫിലിം ഇൻഡസ്ട്രി കൊണ്ടും പിന്നെ കേരളത്തിൽ വല്ലതൊക്കെ അഭിനയിക്കാൻ അവിടെ എവിടെയൊക്കെ നക്കാപ്പിച്ച കിട്ടിയാലായി. അങ്ങനെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. ആന്ധ്രയിലാണെങ്കിൽ അവനെ ബാൻ ചെയ്തു എന്നാണ് ആന്ധ്രാക്കാർ ഇവനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് അഭിനയിച്ചൊരു സിനിമ ജനനായകൻ എന്ന് പറഞ്ഞൊരു സിനിമയാണ് വിജയ് CM ആവുന്നതിന് മുമ്പ് CM ആവാൻ വേണ്ടി ഇറക്കിയ ഒരു സിനിമയാണ് ജനനായകൻ എന്ന് പറഞ്ഞാൽ. ആ സിനിമയാണെങ്കിൽ ഇറങ്ങണമില്ല. ആ സിനിമയിൽ വില്ലനായിട്ടാണ് ഇവൻ വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുകയാണ് ഈ പ്രകാശ് രാജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിന്നൊക്കെ ഒരു MP ആവാനോ ഒരു MLA ആവാനോ ഉള്ള നിരവധി കളികൾ ഇവൻ അണ്ടർഗ്രൗണ്ടിൽ കൂടെ കളിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. പോരാത്തതിന് ഇവനെപ്പോലുള്ള നാറികൾ, അങ്ങനെ തന്നെ പറയണം, ഇതിൽ കൂടുതൽ പറയണം, അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ വിളിച്ചു കഴിഞ്ഞു. കാ കൊണ്ടും താ കൊണ്ടും പൂ കൊണ്ടും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവനെപ്പോലുള്ള നാറികളാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിനെ തെറി പറയുന്ന ഇവന്മാരുടെ എല്ലാം ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. അതായത് ഉഡായിപ്പിലൂടെ ജീവിക്കുക, അങ്ങനെ ഉഡായിപ്പിക്കേഷനിലൂടെ ജീവിച്ചിങ്ങനെ മുന്നോട്ടേക്ക്
പുറത്തേക്ക് പോകുമ്പോൾ യവന്മാരെ ഉടായ്പൊക്കെ പുറത്തു വരും. അങ്ങനെ ഉടായ്പ പുറത്തു വരുമ്പോൾ ഞാൻ മോദിക്കെതിരെ തെറി പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ട് ഏത് സമയവും ഞാൻ കൊല്ലപ്പെടാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഹിറ്റ്ലറെക്കാട്ടിലും ഭീകരനാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അതുകൊണ്ട് അയാളെ ഞാൻ വിമർശിക്കുന്നത് എനിക്ക് മാത്രം ഗട്സ് ഉള്ളത് കൊണ്ടാണ്. ഈ കേസൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ പറയാനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രകാശ് രാജിന് അകത്ത് കയറുന്ന ഉണ്ടതിഞ്ഞാനുള്ള നല്ല വകുപ്പുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവൻ രാജ്യം വിടാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് ഇവനായിട്ട് നല്ല സ്റ്റീൽ വല വീച്ചിരിക്കുകയാണ് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സന്തോഷമായല്ലോ. അപ്പോൾ ശരി.